വെളുപ്പിനെ ഉണർന്നിട്ട് ഒരു പണിയില്ലാതെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തലേദിവസം സിനിമ കാണാൻ പോയ കുട്ടികൾ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഹാദിൻ കാണുന്നത്. അന്നേരം തന്നെ അവൾ ഓടി വന്ന് ഹാക്കിങ്ങിനെ വിളിച്ചു ഉണർത്തും. ഇന്നലെ രാത്രിത്തെ ഷോയ്ക്ക് ജംഹൂൺ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മൂവി വാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞു എന്നൊക്കെ ആ കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം, അതിനർത്ഥം എന്നെ ഇഷ്ടമാണെന്നല്ലേ എന്നൊക്കെ വിളിച്ചു ചോദിക്കും. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്, എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ എന്ന് ഹാക്കിൻ ചോദിക്കുമ്പോഴത്തേക്കിനും പിന്നെ അതിന്റെ അർത്ഥം എന്താണ്, എന്തിനാണ് അത്രയും രാത്രിയിൽ ആരും കാണാതെ തിയേറ്ററിലേക്ക് പോയത്? അത് സ്വാഭാവികമായും എന്റെ സിനിമ കാണാനായിട്ടാണല്ലോ, അത് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ, ഞാൻ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും ഉറക്കത്തിലായിരുന്ന ഹാക്കിൻ പറയും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട്. എന്തെങ്കിലും കഴിക്കാനായിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെച്ചുകൂടെ എന്ന് ടേവും നോട്ട് എഴുതി വെച്ചേക്കുന്നത് കണ്ടുകൊണ്ടാണ് ജംഹൂൺ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അന്നേരം അവനൊരു മെസ്സേജ് വരും, അത് റിപ്പോർട്ടർ ജോയിയുടെയാണ്. തലേ ദിവസം കുട്ടികൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ്. ഇപ്പോ കൊറിയയിലെ നമ്പർ 1 റൊമാൻറ്റിക് പേഴ്സൺ ആയിട്ട് മാറിയേക്കാണ് ജംഹൂൺ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അയച്ചു കൊടുത്തേക്കുന്നത്. ഹാക്കിംഗ് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വലിച്ചു വരെ ഇട്ടേക്കാണ്. ഇപ്പൊ ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ എല്ലാം എടുത്തിട്ടേക്കാണ് നമുക്ക് മനസ്സിലാവും. ഹാദിൻ ഓൾറെഡി സ്ഥലം ഇട്ടിട്ടുണ്ട്. രാവിലെ ചാനലിലേക്ക് നടന്നു പോകുമായിരുന്ന ജംഹൂൺ കാണുന്നത് ഫ്രണ്ടിൽ കാർ നിർത്തി ഇറങ്ങി വരുന്ന ഹാജിനെയാണ്. എന്താ ഇത്ര രാവിലെയും ചോദിക്കുമ്പോൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമ്മൾ എന്താ സംസാരിച്ച് ഇവിടെ അടുത്തുള്ള കഫേയിലേക്ക് പോകാം എന്നവള് പറയും. ഇവൻ നോക്കുന്നുണ്ടേ ചാനലിലേക്ക് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ കിം ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ കണ്ട പ്രശ്നമാകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാറിലേക്ക് തന്നെ കയറാനായിട്ട് പറയും. പെട്ടെന്ന് വണ്ടി എടുക്കുന്ന ഇവൻ പറയുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് പോകാനാണെന്ന് ഹാജൻ ചോദിക്കും. എങ്ങോട്ടെങ്കിലും പൊക്കോ, ഇവിടുന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് പറയും. എന്താ കാര്യം എന്ന് ഹാജൻ ചോദിക്കുന്നുണ്ടേ കാണാൻ പാടില്ലാത്ത ചിലരവിടെ നിപ്പുണ്ടായിരുന്നു എന്നാണ് ജംഹൂൺ പറയുന്നത്. ഇന്നലെ എന്റെ മൂവി ഇയാൾ ഒറ്റയ്ക്ക് പോയി കണ്ടതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതിനെപ്പറ്റി എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു എന്നൊക്കെ ഇവളിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഇവനെന്തോ പറയാനായിട്ട് തുടങ്ങും. ഞാൻ ആദ്യം സംസാരിച്ചു തരട്ടെ, എന്നിട്ട് ഇയാൾ പറഞ്ഞാൽ മതി എന്ന് ഇവളുടനെ പറയും. ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്കിപ്പോ റിഗ്രറ്റ് തോന്നുന്നുണ്ടാവും, അന്ന് എന്നെ അങ്ങനെ റിജക്ട് ചെയ്തതിന്. അത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇയാൾക്ക് ഒരു ചാൻസും കൂടി തരാമെന്ന് ഹാജിൻ പറയും. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, താൻ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഇയാളുടെ മൂവി കാണാൻ പോയതിന് കാരണം അടുത്ത ആഴ്ച എന്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൂവിയുടെ ഡയറക്ടറാണ്, അതുകൊണ്ടാണ് ഞാനത് കാണാൻ പോയതെന്ന് നമുക്ക് പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവക്ക് പെട്ടെന്ന് എന്ത് തിരിച്ചു പറയണം എന്നറിയത്തില്ല. ഞാൻ തെറ്റിദ്ധരിച്ചതാണല്ലേ, സാരമില്ല, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി, ഇത്രയും ദിവസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തായിരുന്നോ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ മറക്കുന്ന ആളല്ല എന്നാണ് ജംഹൂൺ അന്നേരം പറയുന്നത്. ഹാദൻ അന്നേരം പറയും, ഞാനിപ്പോ കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ സിനിമ ഹിറ്റായി, കൂടുതൽ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസും ഫോട്ടോഷൂട്ട്സും ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത്. പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാനിപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയേനെ, പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റുന്നില്ല. അതിന് കാരണം ഇയാളായിരിക്കാം. നമുക്ക് പഴയതുപോലെ ആകാം എന്ന് ഇയാൾ പറഞ്ഞെങ്കിലും എനിക്കത് പറ്റുന്നില്ല. തനിക്ക് എളുപ്പത്തിൽ അത് പറ്റിയിട്ടുണ്ടാവാം, എനിക്ക് കുറച്ചും കൂടി സമയം വേണം. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഇയാളെ തെറ്റിദ്ധരിക്കാനായിട്ട് പോവുകയാണ്. ഇത് തെറ്റിദ്ധാരണ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് വേണ്ടിയിട്ടാണ് ആ മൂവി കണ്ടതെന്ന് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ്. ഒരുപക്ഷെ ഇയാൾക്കാണെങ്കിലോ കൂടുതൽ സമയം വേണ്ടത് എന്നോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്. നമുക്കതിപ്പോ അറിയത്തില്ലല്ലോ. എന്തായാലും എന്റെ സിനിമ കണ്ടില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു, സിനിമ ഇഷ്ടപ്പെട്ടോ, എന്റെ ആക്ടിങ് നല്ലതായിരുന്നു എന്നൊക്കെ ചോദിക്കും. സിനിമ നല്ലതായിരുന്നു, ഇയാളുടെ ആക്ടിങ് നല്ലതായിരുന്നു, എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ ഇയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ജംഹൂൺ പറയും. അത് കേൾക്കുമ്പോൾ ഹാജൻ സന്തോഷമാവും. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്, എങ്കിലും കുഴപ്പമില്ല, ഞാൻ തിരിച്ചു പോവാണ്. ഇയാൾക്ക് വേണമെങ്കിൽ പതിവ് പോലെ എന്റെ കോൾസ് ഒക്കെ ഇഗ്നോർ ചെയ്യാം, എന്നെ ബ്ലോക്ക് ചെയ്യാതെ തിരുന്നാൽ മതി. തിരിച്ചു പോകുമ്പോൾ ഒരു ക്യാബ് വിളിച്ചിട്ട് പോകാമോ? ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം ഇയാളെ തിരിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് ഓക്വേർഡായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ടേ ഞാൻ പൊക്കോളാം എന്ന് ജംഹൂൺ പറയും. ജംഹൂണിന്റെ പ്രോഗ്രാമിന് ആ വർഷത്തെ ഏറ്റവും മികച്ച പ്രോഗ്രാമിനുള്ള അവാർഡ് കിട്ടും. അതിനുള്ള സെറമണിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. മിസ്റ്റോയി എവിടെയുണ്ട്, ഞാൻ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ട്, വേറെ ആരെങ്കിലും പോയാൽ പോരെ എന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാണ് മിസ്റ്റർ കിം വരുന്നത്. നിനക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകാം, ഞാൻ റെഡി ആവാം എന്ന് പറയുന്നുണ്ട്. മിസ്റ്റോയി വഴക്ക് പറയും. ജംഹൂണിന്റെ പേരിലാണ് ആ സെഗ്മെന്റ് തന്നെ. അവിടെ എല്ലാവരും ജംഹൂണിനെ തിരിച്ചറിയും. ഒരു മാനേജറെ ആര് തിരിച്ചറിയാനാണ്, ജംഹൂൺ തന്നെ പോയാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുന്നുണ്ടേ മിസ്റ്റർ കിമ്മിന് ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോകും. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്നിരിക്കുമ്പോൾ അവിടേക്ക് ഹാജിൻ വരുന്നത് മിസ്റ്റോയി കാണും. അവളോട് പോയി സംസാരിക്കുന്നുണ്ടേ അവളാണ് അവാർഡ് പ്രസന്റ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. മിസ്റ്റോയ്ക്ക് ഒരു കോൾ വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും. നമ്മളെ ഇന്നിങ്ങനെ ഇവിടെ മീറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ ഇയാളുടെ അത്രയും സമയം ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു എന്ന് ഹാജിൻ ജംഹൂണിന്റെ അടുത്ത് പറയും. എന്നിട്ട് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടാണ് അവളുടെ സീറ്റിലേക്ക് പോകുന്നത്. അവാർഡൊക്കെ സ്വീകരിച്ചു കഴിയുന്നുണ്ടേ ആങ്കർ അവനോട് പറയും, ഈ റൂമിൽ ഇരിക്കുന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് പറയാം. ആരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരുടെയും ശ്രദ്ധ ഹാജിനിലും ജംഹൂണിലും ആണ്. കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കാൾ
കൂടുതൽ തിളക്കമുള്ളതും സന്തോഷമുള്ളതും ആവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് വിഷ് ചെയ്തിട്ടാണ് ജംഗ്ഹൂൺ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പോകുന്നതിന് മുമ്പ് ജംഗ്ഹൂൺ ഹാജിന്റെ അടുത്ത് വന്ന് യാത്ര പറയും. നേരത്തെ ഇയാളൊന്നും പറയത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ലൈം ലൈറ്റിൽ വരുന്ന ഇഷ്ടമല്ലാന്നറിയാം, എങ്കിലും എനിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞതിന് നന്ദിയുണ്ടെന്ന് ഹാജിൻ ജംഗ്ഹൂണിന്റെ അടുത്ത് പറയും. വീട്ടിൽ വന്നിട്ട് ഹാജിൻ ആ സ്പീച്ച് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഇതൊന്ന് നിർത്തി വെക്കാമെന്ന് ഹാക്കിൻ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങും ഹാജിൻ. അത് ആർക്കായാലും മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയാനായിട്ട് പറയുമ്പോൾ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ്, അല്ലാതെ അതിന് കൂടുതൽ അർത്ഥങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് ഹാക്കിൻ അവളോട് പറയും. അടുത്ത സ്പീച്ചൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ജോ വന്ന് സംസാരിക്കുന്നുണ്ടേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം മുഴുവൻ എന്നെ പറ്റിയുള്ള ന്യൂസ് തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ആങ്കർ ലീ തിരിച്ച് അവനോട് ചോദിക്കും. അന്നേരമാണ് ഹാജിന്റെ മെസ്സേജ് വരുന്നത്. അവർ രണ്ടും കൂടി അവിടെ നിന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു, പക്ഷെ ഇയാൾക്ക് ദേഷ്യം വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. ഞാനിത് സെൻഡ് ചെയ്യുന്നത് ഇയാൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എഴുതിയേക്കുന്നത്. ഹാക്കിൻ പുറത്തേക്ക് പോവുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉറങ്ങാനായിട്ട് പോവുകയാണെന്ന് ഹാജിൻ പറയും. പക്ഷെ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ അവള് സിനിമയ്ക്ക് പോകാനായിട്ട് തീരുമാനിക്കും. പുറത്ത് വന്ന് സെൽഫിയൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇതൊക്കെ അവിടെ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ജംഗ്ഹൂണിന് വന്ന ഗിഫ്റ്റ്സ് ഒക്കെ അവൻ റിപ്പോർട്ടർ ജോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. റിപ്പോർട്ടർ ജോ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എന്തോ ഒന്ന് അവൻ കാണും. അത് കണ്ട് പേടിച്ചിട്ട് ന്യൂസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ജംഗ്ഹൂണിന്റെ കയ്യിൽ അതുകൊണ്ട് കൊടുക്കും. ആ കവറിൽ കുറച്ച് ഫോട്ടോസ് ആണ്, അതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നോക്കുമ്പോൾ ജംഗ്ഹൂണും ഹാജിനും കൂടി സംസാരിച്ചുകൊണ്ട് നിന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതിലെല്ലാം ജംഗ്ഹൂണിന്റെ മുഖത്ത് കുത്തിവരച്ചേക്കുകയാണ്. ഇത് കാണുന്നുണ്ടെങ്കിൽ ജംഗ്ഹൂൺ ഷോക്ക്ഡ് ആവും. പ്രശ്നമാണെന്ന് അവന് മനസ്സിലാവും. പണ്ട് സെയൂണിനെ ഡേറ്റ് ചെയ്തിരുന്ന സമയത്തും ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് അവൻ ചെല്ലുന്നുണ്ട്. അവിടെ നിറച്ചും സെയൂണിന്റെയും ജംഗ്ഹൂണിന്റെയും കൂടെ ഉള്ള ഫോട്ടോസ് ആണ്. അതിലും ജംഗ്ഹൂണിന്റെ മുഖത്ത് മുഴുവൻ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആള് സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ദേഷ്യപ്പെട്ട് സാധനം എടുത്ത് പൈസ എറിഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ ചില്ലറ പൈസ എല്ലാം കൂടി താഴെ പോകും. അയാൾ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് സെയൂൺ അവിടേക്ക് വരുന്നത്. അതെല്ലാം എടുക്കാനായിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യും. എടുത്തു കൊടുത്തിട്ട് എത്ര ഓഫുൾ ആണ് ആ മനുഷ്യൻ, എത്ര ബിസി ആണെങ്കിലും ഒരാളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ സാധനം നോക്കാനായിട്ട് പോകുന്നത്. ഇയാൾക്ക് ഇത് ഇഷ്ടപ്പെടും. അവൾ എടുത്തു കൊടുത്ത പൈസ എല്ലാം അയാൾ ഇങ്ങനെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പോയി കഴിയുന്ന വീണ്ടും CCTV-യിൽ ഇതേ വിഷ്വൽസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് ഇയാള് സെയൂണിന്റെ ഒരു റൂമിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കാണ്. അതിനുശേഷം ആങ്കർ ലീയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്നെ അറിയില്ലേ? നമ്മൾ പല പ്രാവശ്യം സെയൂൺ കൂടെ ഉള്ളപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഓർത്തിട്ട് ജംഗ്ഹൂൺ ഇങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയച്ച ആളുടെ പേരും അഡ്രസ്സും ഒന്നും ഇല്ലായിരുന്നു എന്ന് റിപ്പോർട്ടർ ജോ പറയും. പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് ഇവൻ ഓടിപ്പോയി ഫോൺ എടുത്ത് നോക്കും. ഹാജിന് ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സിനിമ കാണാനായിട്ട് പോവുകയാണ്. എൻ്റെ സിനിമ ഒരു തിയേറ്ററിൽ പോയി കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് അയക്കാമെന്നാണ് അവൾ എഴുതിയേക്കുന്നത്. അവൻ ഹാക്കിങ്ങിനെ വിളിച്ചു നോക്കും. ഹാജിൻ എവിടേക്കാണ് പോയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട്. അവൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്ന് ഹാക്കിൻ പറയുന്നുണ്ട്. അല്ല, ഹാജിൻ സിനിമയ്ക്ക് പോയേക്കുവാണ്, ഒറ്റയ്ക്കാണ് പോയേക്കുന്നത്. യൂഷ്വലി പോകുന്ന തിയേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അവളോട് ചോദിക്കും. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് പോകാൻ പറ്റിയ 6-7 സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ത്രെറ്റനിങ് കോൾസോ ലെറ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ജംഗ്ഹൂൺ ചോദിക്കുന്നുണ്ട്. എപ്പോഴും വരാറുണ്ട്, എപ്പോഴും അങ്ങനത്തെ കോൾസും ലെറ്റേഴ്സും എല്ലാം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് എണ്ണാൻ കൂടി നിൽക്കാറില്ല എന്ന് ഹാക്കിൻ പറയും. 5 മിനിറ്റിനുള്ളിൽ സിനിമ തുടങ്ങും എന്നാണ് ഹാജിൻ മെസ്സേജ് അയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ ഏതാണ്, ആ സമയം ഏതാണെന്നൊക്കെ വെച്ചിട്ട് ഒരു ഊഹം വെച്ചിട്ട് ആ തിയേറ്ററിലേക്ക് ജംഗ്ഹൂൺ പോകും. എന്നിട്ട് ഹാജിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹാജിൻ പക്ഷേ ഫോൺ കാറിൽ വെച്ചിട്ടാണ് തിയേറ്ററിലേക്ക് പോയേക്കുന്നത്. ജംഗ്ഹൂൺ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അവിടെ സൈഡിൽ ഹാജിന്റെ കൂടെ 3-4 പയ്യന്മാർ നിൽക്കുന്നതാണ്. ഇത് കാണുന്നുണ്ടെങ്കിൽ തന്നെ അവൻ കാറ് സൈഡിൽ ഒതുക്കിയിട്ട്, നല്ല ട്രാഫിക്കാണ്, വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ കൂടി വെപ്രാളപ്പെട്ട് ക്രോസ് ചെയ്യാനായിട്ട് ജംഗ്ഹൂൺ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അതുവഴി വരുന്ന കാറും ബസ്സും എല്ലാം ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. ഈ ബഹളം എല്ലാം കേട്ട് ഹാജിൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാണും. എന്താ സംഭവിക്കുന്നത് ഹാജിന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ജംഗ്ഹൂൺ ഓടി വന്ന് അവരെല്ലാം പിടിച്ചു മാറ്റി ഹാജിനെ ഹഗ് ചെയ്യും.